പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുംബൈയിലെ കാസർഗോഡ് കൂട്ടായ്മയുടെ ചരിത്രത്തിൽ അടയാളം രേഖപ്പെടുത്തുന്ന ഒരു സംഗമത്തിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഉദ്ഘാടന ഭാഷണത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വളരെ മനോഹരമായി ഒരു പ്രസംഗം ഇവിടെ നടത്തുകയുണ്ടായി. അതിനുശേഷം എന്നെ നിലയ്ക്കൊന്ന് മുംബൈയിലെ അനുഭവം വെച്ച് നല്ല ഫലിതത്തോടു കൂടി ഒരു വലിയ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അയവിറക്കി. ഈ ഒരു ഞായർ ഞങ്ങളുടെയൊക്കെ ഡയറിയിൽ MP-യുടെയും MLA-മാരുടെയും 10, 15, 20ഓളം പ്രോഗ്രാമുകൾ മാറ്റിവെച്ച് ഈ ഞായർ നിങ്ങളുടെ കൂടെ ചെലവിടാൻ വന്നത് നിങ്ങളുടെ ഈ വലിയ മുന്നേറ്റത്തിന് സമ്പൂർണ്ണ പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയത്. ഞാൻ മുംബൈയുടെ കുഞ്ഞുനാളിൽ എൻ്റെ നാട്ടുകാർക്കറിയാം, ഉപ്പളയിലെ പച്ചക്കറി അമ്പാച്ചാൻ്റെ ഷോപ്പിന് മുമ്പിൽ വന്ന് നിൽക്കുന്ന ബോംബെ ബസ്സുകളും പാർല ബിസ്ക്കറ്റിൻ്റെ മനോഹരമായ പരിമളവും പാർല ടിന്നും അതൊക്കെയാണ് മുംബൈയിൽ നിന്ന് ഓർമ്മ വരുന്നത്. വെക്കേഷൻ കിട്ടുമ്പോൾ നാട്ടിലെ കുട്ടികൾ സഹപ്രവർത്തകർ പറയും, ഞാൻ 2 മാസത്തേക്ക് മുംബൈയിലേക്ക് പോകുന്നു. അപ്പം ചോദിക്കും, എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ പറയും, അതവിടെ കച്ചം പറഞ്ഞ് നിൽക്കാൻ പറയും പറയും. ഇപ്പം കച്ചം പറഞ്ഞ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മനസ്സിലാവില്ല. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ 2 മാസം കൊണ്ട് ഇവൻ മണിമണിയായി ഹിന്ദി പഠിച്ചിട്ടുണ്ടാകും. 80കളുടെയും 90കളുടെയും ഹിന്ദി പഠന കേന്ദ്രവും ഹിന്ദി പഠനശാലയും മുംബൈയിലെ ഇത്തരത്തിലുള്ള എൻ്റെ നാട്ടിലെ ഹോട്ടൽ വ്യവസായത്തിൻ്റെ ശൃംഖലകളായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതല്ലാത്തൊരു കാസർഗോഡുണ്ട്. ഭാഷകളുടെ, കലകളുടെ, സംസ്കാരങ്ങളുടെ, മതേതരത്വത്തിൻ്റെ, മാനവികതയുടെ കാസർഗോഡ് എന്ന് പറയുന്നതിനപ്പുറം 965 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നു. കാസർഗോട്ടെ ഗവൺമെൻറ് കോളേജിൽ മാത്തമാറ്റിക്സ് ഡിഗ്രി പൂർത്തിയാക്കിയ ആഷിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ പിതാവിന് നല്ല സ്വപ്നങ്ങളുണ്ട്. തളങ്കരയാണ് അവരുടെ വീടും കുടുംബവും. ആഷിം പിതാവിനോട് പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രിയപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി പട്ടാളത്തിൽ ചേരാനാണ് ഉപ്പ എന്ന് പറയുന്നത്. ഉപ്പ മോന് സപ്പോർട്ട് ചെയ്ത് ആഷിമിനെ പട്ടാളത്തിലേക്ക് ചേർക്കുന്നു. പട്ടാളത്തിൽ ചേരുന്നു. 2 വർഷം സേവനം ചെയ്ത് ആഷിം നാട്ടിലേക്ക് മടങ്ങുന്നു. അവർ ആഷിമിന് വേണ്ടി ഒരു പെണ്ണൊക്കെ റെഡിയാക്കി കല്യാണത്തിൻ്റെ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്. ഉടനെ ഇന്ത്യയുടെ ആസ്ഥാനത്ത് നിന്ന് ആഷിമിനെ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ള വാർത്ത കേട്ട് തിരിച്ചു വിളിക്കുന്നു. പെണ്ണ് കാണൽ ഫിക്സ് ചെയ്ത ആഷിം എന്ന് പറയുന്ന തളങ്കരയിലെ കാസർകോട്ടുകാരൻ കാശ്മീരിലെത്തുന്നു. പട്ടാള ക്യാമ്പിൽ ആഷിമിന്റെ പിടിപിടി കണ്ടപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കുന്ന ആഷിം, ഈ 31 അംഗ സൈനികരെ നീ നയിക്കണം, നീയാണ് നായകൻ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് പാകിസ്ഥാനുകാരനെതിരെ ഇന്ത്യക്ക് വേണ്ടി പടപൊരുതി മരിച്ച് ഇന്നും കാസർകോട്ടുകാർക്ക് ത്രിവർണ്ണ പതാക പുതപ്പിച്ച മൃതദേഹം ഏറ്റുവാങ്ങാത്ത ആഷിമിന്റെ ജില്ലയുടെ കാസർകോട്ടുകാരാണ് മുംബൈയിൽ ഒരുമിക്കുന്നത്. കാസർകോട്ടെ ഒരു ജ്വല്ലറി, നല്ല തിരക്കുള്ള ദിവസം, ജ്വല്ലറിയുടെ ക്യാഷറിന് മുമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ കണ്ണ് കലങ്ങി നിൽക്കുന്നുണ്ട്. കരിയംചയൊക്കെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാനി ചടക്കമുള്ള ആളുകളുണ്ട്. ഒരു സ്ത്രീ കാറിൽ നിന്ന് വന്ന് നാളെ തൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി പർച്ചേസ് ചെയ്യാൻ തുടങ്ങുന്നു. അവർക്ക് സെയിൽസ്മാൻ എല്ലാ ഓർണമെന്റ്സും കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇടക്കിടക്ക് ക്യാഷറിന് മുമ്പിൽ കെഞ്ചുന്ന, യാചന നടത്തുന്ന ആ പാവപ്പെട്ട മനുഷ്യനെ ഈ സ്ത്രീ ശ്രദ്ധിക്കുന്നു. പർച്ചേസിംഗ് മാറ്റിവെച്ച ആ സ്ത്രീ ക്യാഷറിന്റെ അടുത്ത് വരുന്നു. ക്യാഷറിനോട് പറയുന്നു, എന്താണ് ഇയാളുടെ പ്രശ്നം? അപ്പൊ പറഞ്ഞു, 6 മാസമായി മകളുടെ കല്യാണത്തിന് സ്വർണം കൊണ്ടുപോയി പൈസ തന്നിട്ടില്ല. ഞാൻ ഇന്ന് എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ജ്വല്ലറി നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്തായാലും, ഇയാൾ എല്ലാ ദിവസവും അവധി ചോദിക്കുന്നു, എനിക്ക് സ്വർണം തിരിച്ചു തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മുഖം മൂടിയിട്ട നത്താണ് ഞാൻ സ്ത്രീ.
ആ മനുഷ്യനെ നോക്കുന്നു, ക്യാഷറിനെ നോക്കുന്നു. ഉടനെ ബാഗിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് എടുത്ത് ക്യാഷറിന്റെ മുമ്പിൽ വെച്ചിട്ട് ചോദിക്കുന്നു, ഇയാളുടെ കടം തീരുമോ എന്ന്. ക്യാഷർ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പറയുന്നു, ഇത് പോരാ മാഡം. രണ്ട് കയ്യിലുള്ള രണ്ട് വളയെടുത്ത് ആ ക്യാഷറിന്റെ കയ്യിൽ കൊടുത്തു വയ്ക്കുന്നു, ഇതൊന്ന് തൂക്കി നോക്കിയോ അയാളുടെ കടം തീരുമോ എന്ന്. ഇതുകൊണ്ട് തീരും. ആരോടും പറയാതെ ആ സ്ത്രീ ക്യാഷറിനോട് പറയുന്നു, എൻ്റെ നാളെയുടെ കുട്ടിയുടെ ജന്മദിനം ഞാൻ ഇതുകൊണ്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ കാസർഗോഡിന്റെ മാനവികതയുടെ ആരും അറിയാത്ത ഒരു സ്ത്രീയുടെ കഥയുള്ള കാസർഗോഡുകാർ ഒന്നിക്കുന്ന കൂട്ടായ്മ. മഞ്ചേശ്വരത്തിന്റെയും കാസർഗോഡിന്റെയും അതിർത്തിയിൽ സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥ ഹിന്ദു മതവിശ്വാസിയായ മനുഷ്യൻ, കാശിയിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്നു. ഇന്ത്യയിലെ ഹിന്ദു സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കാശി. തലേന്ന് പെയ്ത മഴ, കോരിച്ചൊരിയുന്ന മഴയിൽ നാട്ടിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭട്ടർ കിന്നിങ്ങാറിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വാതിലിന് പുറത്ത് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാത്തു നിൽക്കുന്നു. കൈക്കുപ്പിക്കൊണ്ട് പറഞ്ഞു, ഭട്ടറെ കോടത ബർസഡേ എന്ന ഇല്ല് പോണ്ട് യാല്ല ജോക്കില് വളരെ കഷ്ടഡ് ഞങ്ങളൊരു പ്രയാസപ്പെട്ട് രാവിലെ വരെ തള്ളി നീക്കിയതൊരു പീഡിക തിണ്ണയിലാണ്. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് കാശി യാത്രക്ക് കരുതി വെച്ച തുക എടുത്ത മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോയി ആ വീടൊന്ന് റിപ്പയർ ചെയ്ത് നിങ്ങളുടെ കുടുംബം ആ വീട്ടിലേക്ക് മാറിക്കുന്നു. ചന്ദ്രൻ പറഞ്ഞു, ഭട്ടറെ നിങ്ങൾ കാശിയിലേക്ക് പോകുന്ന മനുഷ്യരല്ല, ഇതെനിക്ക് വേണ്ട. സായിറാം ഗോപാലകൃഷ്ണ ഭട്ട് പറഞ്ഞു, എൻ്റെ കാശി യാത്ര ഞാൻ ക്യാൻസൽ ചെയ്തു, എൻ്റെ കാശിയിലെ പ്രാർത്ഥന ഇതാണെന്ന് പറഞ്ഞു തുടങ്ങിയ ആ മനുഷ്യൻ, ചന്ദ്രന്റെ വീട് റിപ്പയറിലൂടെ തുടങ്ങിയ ആ മനുഷ്യൻ ഒരു വീട് പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുത്തു. അത് 10 അത് 100 അത് 200 അത് 300 അത് 350. ഇന്ത്യയുടെ ഭൂപടത്തിൽ അംബാനിമാരുടെ, അദാനിമാരുടെ, രത്തൻ ടാറ്റയുടെ ഒക്കെ ചരിത്രമെടുക്കുമ്പോൾ സാധാരണ കാർഷിക വരുമാനത്തിൽ നിന്ന് 350 വീട് ജാതിയും മതവും നോക്കാണ്ട് നിർമ്മിച്ചു കൊടുത്ത ഒരു മനുഷ്യന് ജന്മം നൽകിയ ആ മനുഷ്യന്റെ നാട്ടുകാരാണ് മുംബൈയിൽ ഒരുമിച്ച് കൂടിയത്. ഈ 3 കഥ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം, ഇനിയുള്ള നിങ്ങളുടെ പ്രയാണ പഥത്തിൽ ഇതുപോലെയുള്ള നന്മകൾ, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള ചേർത്ത് നിർത്തലുകളുടെ ഒരു തുടക്കമാണ് ഇവിടെ നിന്ന് ഈ കൂട്ടായ്മയിൽ ആരംഭിക്കുന്നത്. മുംബൈയിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട MMK ഓർമ്മിച്ചാനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് ചെറുപ്പത്തിൽ കണ്ട പ്രിയപ്പെട്ട ഗുലാബി മൊയ്ച്ചാനെ മറന്നുകൊണ്ട് ഒരു പ്രസംഗം പൂർത്തിയാക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് പാറ സാഹിബ് അടക്കമുള്ള കണ്ടതും കാണാത്തതുമായ ധാരാളം ആളുകളുടെ മുഖം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കാലിച്ചാന്റെ കൂടെ ഇവിടെ സംഘാടകരായി ഞങ്ങളെ സ്വീകരിക്കാൻ ഏറ്റവും മുമ്പിൽ ഉണ്ടാകുമായിരുന്നു. മറ്റൊരു മേഖലയിലേക്കും കടക്കുന്നില്ല. തീർച്ചയായും ഇതൊരു തുടക്കമാണ്. കാസർകോട്ട് നിന്ന് ഞങ്ങളൊക്കെ വന്നത് നാളെയുടെ നാളുകളിൽ ഈ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇക്കൂട്ടത്തിലുള്ള എല്ലാവരും വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ ആ ഫോട്ടോയിൽ ഉണ്ടാവണം എന്നില്ല. പക്ഷെ കാസർകോട്ടെ പുതിയ തലമുറയ്ക്ക് ഒരു കരുതൽ നൽകുന്ന ഒരു കൂട്ടായ്മയായി ഈ ചരിത്രത്തിലേക്ക് തുടക്കം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു, പിന്തുണ നൽകുന്നു. വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്.